ആരുമില്ല. തുടങ്ങട്ടെടാ. മിസ് വന്നിട്ട് തുടങ്ങിയാൽ മതി. Good morning. Good morning, ma'am. Good morning. Good morning. 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 Morning, teacher. Good morning. Good morning. Okay. നിങ്ങളുടെ prayer ഒക്കെ കഴിഞ്ഞിരുന്നോ? ഇല്ല. Okay. അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. You can start your class because this is your platform. നിങ്ങളുടെ പ്ലാറ്റ്ഫോം. അവർ പ്ലാറ്റ്ഫോം. പക്ഷെ നമ്മളില്ലെങ്കിലും you can start. Okay. Please. ആരായിരുന്നു prayer? ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ കണ്ടുവരുന്ന പ്രിൻസിയാണ്. പ്രേയർ ഞാനായിരുന്നു. ദൈവമേ, പകലും രാവും കൈവണങ്ങുന്നു നിന്നെ ഞാൻ. പാവമാവും എനിക്കെന്നും കാവലായി നിൽക്കണേ ബിബോ. ആലംബമാരുമില്ലാത്ത ബാലൻ ഞാൻ കരുണാനിധേ. മാല കറ്റി കനിഞ്ഞെന്നെ പാലനം ചെയ്യണേ ബിബോ. ഭയമേകുമൊരു ദുഃഖമയമാം ലോകയാത്രയിൽ ജയം ഞാൻ നേടുവാൻ തെല്ലുദയം ഉണ്ടാകണേ ബിബോ. താങ്ക് യു മിസ്. Good morning, ma'am, and my dear friends. I am Fatima. I am going to present today's thought. Today's thought is: one book is equal to 100 friends, but one good friend is equal to a library. ഒരു പുസ്തകം 100 സുഹൃത്തുക്കൾക്ക് തുല്യമാണ്, എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യമാണ്. താങ്ക് യു. Good morning, friends. Good morning, ma'am. ഇന്നത്തെ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. നമ്മുടെ ക്ലാസ് എടുക്കാൻ എത്തിയ മാമിന് നന്ദി പറയുന്നു. ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പാടില്ല. പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചം, നിരാശ ഇരുട്ടുമാണ്. അതുകൊണ്ട് പ്രതീക്ഷയാകുന്ന വെളിച്ചത്തെ ചേർത്ത് പിടിച്ച് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം നമ്മുടെ കാഴ്ചപ്പാടുകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. മാമിനെ ക്ലാസ് എടുക്കാൻ വെൽക്കം ചെയ്യുന്നു. So thank you so much. And പ്രിൻസി തന്നെത്താനെ ക്രിയേറ്റ് ചെയ്ത പ്രെയർ ആണോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. അല്ല മിസ്സേ. ഓക്കെ. സ്കൂളിൽ പഠിച്ചതെന്തെങ്കിലാണോ? കുട്ടികളുടെ സ്കൂളിലാണോ? ആ, മോളെ സ്കൂളിന്റെ ഉള്ളൂരിന്റെ അരികെ. ഓ, ഉള്ളൂരിന്റെ വരുന്നത്. ഓക്കെ. എനിക്ക് കവിതകളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അതിന് എന്തായാലും കൊള്ളാം. ആദ്യമായിട്ട് ഇങ്ങനെ കേട്ടപ്പോ ഒരു സംശയം, പ്രിൻസി തന്നെ എഴുതിയതാണ്. ഓക്കെ, നമുക്ക് തന്നെ എഴുതാൻ കേട്ടോ. തന്നെ റൈംസും സ്റ്റോറീസും എല്ലാം നമ്മൾ എഴുതണം, നമ്മുടെ ഓൺ ക്രിയേഷൻസ്. ഇനി വരുമല്ലേ അതൊക്കെ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ?
യെസ്, ഞാൻ മറന്നുപോയി അത് ചോദിച്ചു. അത് ഗ്രീക്ക് പണ്ടിട്ടും പറഞ്ഞില്ലേ മിസ്, ഹെൽത്ത് ആൻഡ് ഹൈജീനില് ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആ പാരഗ്രാഫ് എല്ലാം വായിച്ചില്ലേ? ഓക്കെ, യൂണിറ്റ് 2 ആണല്ലേ? യൂണിറ്റ് 2 പേജ് നമ്പർ 3. ഞാൻ ഒന്ന് ഷെയർ ചെയ്യാട്ടോ. ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് സെക്കൻഡ് പാരഗ്രാഫ് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പറഞ്ഞിരുന്നോ? ഹെൽത്ത് വായിക്കാനുണ്ട്. പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ആൻഡ് ഹൈജീൻ റിലേറ്റഡ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോ. ആരോ എന്നെ വിളിച്ച പോലെ തോന്നി. എന്തെങ്കിലും പറയാനായിരുന്നോ? മാം, അസൈൻമെന്റുകൾ എന്നാണ് സബ്മിറ്റ് ചെയ്യാനുള്ള? സെമിനാറും ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ലേ? ഓൾറെഡി 2 ക്വസ്റ്റ്യൻ തന്നായിരുന്നു, ഒരു സെമിനാർ തന്നായിരുന്നു. എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ ഗ്രൂപ്പിലെ ക്ലാസ് റൂമിൽ അതിന്റെ ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. അതിനെക്കുറിച്ച് ഒത്ത് ബോധർ ചെയ്യണ്ട. നമ്മൾക്ക് നമ്മളുടെ കുറെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുന്നു ത്രൂ അസൈൻമെന്റ്, അത്രയേ ഉള്ളൂ. മാർക്ക് ഇസ് നോട്ട് പ്രൈം ഇമ്പോർട്ടൻസ്. മാർക്ക് നിങ്ങൾക്ക് അസൈൻമെന്റിലെ പ്ലാറ്റ്ഫോമിൽ കിട്ടിയാലും ലാസ്റ്റ് നമുക്കൊരു ഫൈനൽ ഇവാലുവേഷൻ ഉണ്ട്. വൈവ സമയത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അസൈൻമെന്റിൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് അതിലാണ് എല്ലാം. ഓക്കെ, ലൈവായിട്ടുള്ള ആ ഒരു പെർഫോമൻസിലാണ് കാര്യങ്ങൾ വരുന്നത്. ഈ കോഴ്സിന് ലൈവ് പെർഫോമൻസിലാണല്ലേ മിസ്സേ മാർക്ക് കിട്ടുന്നത്? അതെ, എന്ന് വെച്ചാൽ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവരകത്ത് പേടിക്കണ്ട. ലാസ്റ്റ് നമ്മൾ ലൈവായിട്ട് എന്തെങ്കിലും കാണും. ലൈവ് മീൻസ് ഗൂഗിൾ മീറ്റിലൂടെയോ അല്ലാതെ നേരിട്ടും നമ്മൾ കാണുന്നുണ്ട്. നേരിട്ട് കാണുന്ന വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സെഷൻ. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി അല്ല ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാക്ടിക്കൽ ആണ് ഇമ്പോർട്ടൻസ്. ആക്ടിവിറ്റി ഓറിയന്റഡ് സ്റ്റഡിയാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തരുന്നത് കേട്ടോ. അപ്പൊ നമ്മള് അത് പ്രാക്ടിക്കൽ സെഷന് വേണ്ടിയിട്ട് മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെയിൻ മെറ്റീരിയൽസ് എല്ലാം അതിന്റെ ഒറിജിനൽസ് നമ്മുടെ ഓഫീസിലുണ്ട്. അങ്ങനെ ഒരു ഏരിയ നമുക്കുണ്ട്. എല്ലാ ബാച്ചും നേരിട്ട് വന്ന് ആ പ്രാക്ടിക്കൽസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലിരുന്ന് മീൻസ് നമ്മുടെ ഓഫീസിലിരുന്ന് ചെയ്യാറുണ്ട്. വരാൻ പറ്റാത്തവര് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. കാരണം എല്ലാവർക്കും വരാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ലല്ലോ. നമ്മൾ അതിന്റെ ഓൺലൈൻ ഡെമോ ക്ലാസ് കാണിക്കും. വരുമ്പോൾ നമുക്ക് നേരിട്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നോക്കാം. പക്ഷെ വരാത്തവർക്ക് മാക്സിമം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ പ്രസന്റ് ചെയ്ത് കാണിക്കും. പിന്നെ നമുക്ക് വൈവ എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. അത് ത്രൂ ഗൂഗിൾ മീറ്റ് ആയിരിക്കും. ഒരു 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ആ മെത്തേഡ് എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലെത്തി, നിങ്ങളിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ, അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വൈവ. അവസാനമാണ് കേട്ടോ, അതിന് മാർക്കും ഉണ്ട്. അപ്പോൾ ഈ വൈവ ടൈമിലാണ് നിങ്ങൾ ചെയ്ത അസൈൻമെന്റ്, നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസ്, കുറേ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, ക്രാഫ്റ്റ് വർക്കുകൾ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അതൊക്കെ നേരിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓൺലൈൻ കൂടെ. അവിടെ നിങ്ങളും വൈവ എടുക്കുന്ന ടീച്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. കംപ്ലീറ്റ് കോൺഫിഡൻഷ്യൽ ആയിരിക്കും, പ്രൈവസി ആയിരിക്കും.
മാർക്ക് ടീച്ചർ എൻട്രി ചെയ്യും. അത് പിന്നീട് റിസൾട്ടിന്റെ സമയത്ത് അറിയാൻ പറ്റും. ഇതിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണം, നമ്മൾ അതൊക്കെ നല്ല പ്രിപ്പയർഡ് ആകും. അപ്പോഴേക്കും വരുമ്പോഴേക്കും നമ്മൾ കോൺഫിഡന്റ് ആകും. ഓക്കെ, ഈ ഇത്രയും ബാച്ച് പഠിച്ചിറങ്ങിയിട്ട് എല്ലാവരിലും കണ്ട ഒരു ക്വാളിറ്റിയാണ് പബ്ലിക് സ്പീക്കിംഗ്. അതുവരെ മുമ്പോട്ട് വന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കാത്തവരൊക്കെ നല്ലപോലെ അവർക്ക് സംസാരിക്കാനുള്ളതൊക്കെ വന്നു. അപ്പോൾ ഇന്റർവ്യൂവിന് പോകാനൊന്നും കുട്ടികൾക്ക് ഒരു പേടിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് അവർക്കുണ്ട്. എനിക്ക് ചെന്നാൽ എനിക്ക് കാരണം അറിയാം, കാര്യങ്ങൾ അറിയാം, അവർ അതിനനുസരിച്ച് നല്ലപോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ജോബ് കിട്ടുന്നുണ്ടോ എന്ന് സെക്കൻഡറി തന്നെ. കുറെ പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ട്, ഇല്ലാന്നില്ല. അതുപോലെ തന്നെ ഓൺലൈൻ പല പ്ലാറ്റ്ഫോമിലും പഠിക്കുന്ന പല കുട്ടികൾക്കും അവർ പറയും നമ്മളുടെ കുട്ടികളോട് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല ഇന്റർവ്യൂവിന് പോകാൻ. കാരണം നേരിട്ട് പോയി ഒന്നും പഠിക്കുന്നില്ലല്ലോ. പക്ഷെ നമ്മളത് ആ ഒരു ലിമിറ്റേഷൻ നല്ല രീതിയിൽ ഓവർകം ചെയ്യാനായിട്ട് ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും വിചാരിച്ചാൽ കേട്ടോ നടക്കാൻ പറ്റുള്ളൂ, നടക്കുള്ളൂ അത്. ഓക്കെ, ഇപ്പൊ പറയുന്ന ആക്ടിവിറ്റീസ് മാക്സിമം ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നവർ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യൂ. സെമിനാർസ് പറയുമ്പോൾ ക്ലാസ്സിൽ എടുക്കൂ. നമ്മൾ സെമിനാർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സേ, എന്തായി, നിങ്ങൾ തീരുമാനിച്ചോ? എന്ത് തീരുമാനിച്ചു? ടീമായിട്ട് ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയോ ഡൗട്ട്സ് എനിക്ക് മെസ്സേജ് വന്നല്ലോ. എനിക്ക് ആരാ എന്താന്നൊന്നും മനസ്സിലായൊന്നുമില്ല. ഇത് ബാച്ചൊന്നും വലിയ പിടിയൊന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ക്ലാസ്സിൽ പറയാന്ന് വിചാരിച്ചു. അത് എന്തായിരുന്നു ഡൗട്ട്സ്? ഒറ്റയ്ക്ക് ചെയ്യണോ, ഒറ്റയ്ക്ക് ചെയ്താൽ മതിയോ, അതല്ലേ നല്ലത് മിസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അസൈൻമെന്റ് വർക്കുകൾ പേപ്പറിൽ ചെയ്യണോ നോട്ട്ബുക്കിൽ ചെയ്യണോ, അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതൊക്കെയാ ഡൗട്ട്. മിസ് പറഞ്ഞ് ക്ലാസ്സിൽ വന്നിട്ട് ക്ലിയർ ചെയ്യാം, പിന്നെ നോട്ട്ബുക്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കുറച്ചുപേരൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നോട്ട്ബുക്കിൽ ചെയ്യാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ലൂസ് പേപ്പർ ആകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ സെക്യൂർ ചെയ്ത് വെച്ചില്ലെങ്കിൽ, ഫയൽ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് അത് മിസ്സാവും. അത് നിങ്ങൾ ഫയൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില കുട്ടികള് ഫസ്റ്റ് ബാച്ചിലേക്ക് കുട്ടികളെ അസൈൻമെന്റ് ഒക്കെ പേപ്പറിൽ ചെയ്ത് അവർ സൂക്ഷിച്ചു വെച്ചിട്ട് ഫൈനൽ ലാസ്റ്റ് ആയപ്പോ എല്ലാം കൂടെ ചേർത്ത് സ്പൈറൽ ബൈൻഡിങ് ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്ത കുട്ടികളുണ്ട്. പക്ഷെ അതൊക്കെ ഒരു കോസ്റ്റ്ലി അല്ലേ. അതിനേക്കാൾ നല്ലതൊരു ബുക്കാണെങ്കിൽ ആ ഒരു ബുക്ക് വാങ്ങുന്ന ഇനീഷ്യൽ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഫൈനൽ ആകുന്നവരെയും അതിനെ സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ ഓരോ അസൈൻമെന്റ് ഓരോ ഫയലാക്കണം. അതിനേക്കാൾ നല്ലത് ബുക്കാണ്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം, ബുക്കിൽ ചെയ്യാം. പിന്നെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ക്ലാസ്സിൽ പറയുമ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരുമ്പോൾ മാത്രം നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ വേറെ എന്തായിരുന്നു ഡൗട്ട്? സെമിനാർ എല്ലാവരും പ്രിപ്പയർ ചെയ്യണോ? ക്ലാസ്സിൽ കയറാത്തവർ മീൻസ് റെക്കോർഡ് ക്ലാസ് കാണുന്നവർ അപ്പൊ എന്ത് ചെയ്യും സെമിനാറിന് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് റെക്കോർഡ് ക്ലാസ് കാണുന്നവര് ടോപ്പിക് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമല്ലോ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇങ്ങനൊരു ടോപ്പിക് നല്ല പോലെ പ്രിപ്പയർ ചെയ്ത് അതൊരു റിപ്പോർട്ടാക്കി വെക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ നിങ്ങളുടെ ബയോഡേറ്റയിലെ പ്രൊഫൈലിൽ എഴുതാം എക്സ്ട്രാ അച്ചീവ്മെന്റ്സ്ന്നോ അതർ അച്ചീവ്മെന്റ്സ്ന്നോ അങ്ങനെ ഒരു കോളം, ഒരു ഏരിയ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് എഴുതാം ഐ ഹാവ് ടേക്കൺ സെമിനാർസ് ഇൻ ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ എഴുതിയിട്ടുണ്ടോ. പക്ഷെ നമ്മൾ നല്ലപോലെ നമ്മൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം ടോപ്പിക്കിനെ കുറിച്ച്. വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാതെ നല്ല പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് റെഡിയാക്കുക. ക്ലാസ്സിൽ എടുക്കാൻ പറ്റുന്നവർ ക്ലാസ്സിൽ എടുക്കുക, ഒറ്റയ്ക്ക് എടുക്കാം, നിങ്ങൾക്ക് ഗ്രൂപ്പ് ആയിട്ട് എടുക്കാം. ഇപ്പൊ ഹെലൻ കെല്ലറിന്റെ ആകുമ്പോൾ ഹെലൻ കെല്ലറിന്റെ ചൈൽഡ്ഹുഡിനെ പറ്റി ഒരാൾ പറഞ്ഞ് അടുത്ത ആള് ആനിസലവിന്റെ ആ ഒരു എൻട്രി, അതിൽ ഹെലൻ ഉണ്ടായ മാറ്റങ്ങളും പിന്നെ ഹെലൻ ലേബേഴ്സിന് വേണ്ടി ചെയ്ത ഹെലന്റെ വർക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഹെലന്റെ ലൈഫിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് 4 പേരുണ്ടെങ്കിൽ 4 രീതിയിൽ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെയും എടുക്കാം. ഒറ്റയ്ക്ക് എടുക്കണോ ഒറ്റയ്ക്ക് എടുക്കാം. എത്ര പേര് പ്രിപ്പയർ ചെയ്താലും എല്ലാവർക്കും എടുക്കാനുള്ള സൗകര്യം. ചിലപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിൽ തീരില്ലായിരിക്കും, 2 or 3 ക്ലാസ് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ആ സെമിനാർ തീർക്കുള്ളായിരിക്കും. യു ക്യാൻ ടേക്ക് ദാറ്റ്, നിങ്ങൾക്ക് അത് എടുക്കാം, നോ പ്രോബ്ലം. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇതിപ്പോ നമ്മുടെ ക്ലാസ് റൂം അല്ലേ, ഇപ്പം മിസ് ഇല്ലാത്ത സമയത്ത് നമുക്കിപ്പോ ഇതേപോലെ സെമിനാറെല്ലാം നമുക്ക് സ്വന്തമായിട്ട് അവതരിപ്പിച്ച്, അതായത് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് അവതരിപ്പിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് റൂമിൽ കയറിയിട്ട് ഇതേപോലെ വീഡിയോ കോൾ എല്ലാം ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതേ ക്ലാസ്സിലോ? ക്ലാസ് ടൈമിൽ മാത്രമേ പറ്റുള്ളൂ അല്ലേ? നിങ്ങൾക്ക് ഈ ക്ലാസ് ടൈമിൽ മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. ആ മിസ്, അതാണ് ഡൗട്ട് ചോദിച്ചത്. ഓക്കെ, അതെന്താന്ന് വെച്ചാല് നമ്മുടെ മാം ഒരു ഡൗട്ടാണ്. ഇപ്പൊ 3 കാര്യങ്ങൾ നമുക്ക്
പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കോഡ്സ് ഓൺ വെൽനെസ് ആൻഡ് ഹെൽത്ത്, പിന്നെ പേസ്റ്റ് പിക്ചേഴ്സ് റിലേറ്റഡ് ടു ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്, പിന്നെ ഹെലൻ കെല്ലറിനെ കുറിച്ചുള്ളത്. അപ്പൊ ഇത് മൂന്നും ഒരു ബുക്കിലാണോ എഴുതേണ്ടത്? ഇത് മൂന്നും അസൈൻമെന്റ്സ് തന്നെയാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കോഡ്സ് ഓൺ വെൽനസ് ആൻഡ് വെൽനെസ് ആൻഡ് ഹെൽത്ത് ഫ്രേസസ്. അല്ലേ? റിലേറ്റഡ് ഫ്രേസസ്. അതെ, ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്. ഓക്കെ. പിന്നെ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, അതിന്റെ പിക്ചർ കളക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. പിന്നെ ഹെലൻ കെല്ലർ. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് മൂന്നും നമ്മൾ ഒരു ബുക്കിലാണോ എഴുതേണ്ടത്? അത് സബ്മിറ്റ് ചെയ്യാനുള്ളതാണോ? നിങ്ങൾക്ക് ഒരു ബുക്കിൽ എഴുതാം. പിന്നെ ഹെലൻ കെല്ലറിന്റെ കാര്യം ഞാൻ സെമിനാർ ആണ് പറഞ്ഞത്. അപ്പൊ സെമിനാർ ഒരു സെമിനാർ റിപ്പോർട്ട് ആക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ നമ്മളുടെ ബയോഡേറ്റയിൽ ഞാൻ ഈ ടോപ്പിക്കിൽ സെമിനാർ എടുത്തു എന്ന് പറയുമ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ ആ സെമിനാർ റിപ്പോർട്ട് ഒന്ന് കാണിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എല്ലാം കൂടി എഴുതി വെച്ച ഒരു ബുക്ക് കൊടുക്കുമ്പോൾ ഒരു റഫ് ബുക്ക് കൊടുക്കുന്ന പോലെ ആയിപ്പോലെ. അതേസമയം അസൈൻമെന്റ് മാത്രമായിട്ടൊരു ബുക്ക്, സെമിനാർ അസൈൻമെന്റും അല്ല, നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതല്ല, അതൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് സെമിനാർ എന്ന് പറയുന്നത്. അത് ചിലർ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാത്തവർ അത് റിപ്പോർട്ടാക്കി വെക്കും. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നവർ റിപ്പോർട്ടാക്കണം, ചെയ്യാത്തവരും റിപ്പോർട്ടാക്കണം. മാം, ഹെലൻ കെല്ലറിന്റെ പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാം. ഞാനിത് സ്ക്രീൻഷോട്ട് ചെയ്തൊക്കെ ശരിയാവോന്ന് അറിയില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം മാം. ഇപ്പോഴാണോ? യെസ് പ്ലീസ്. സ്ക്രീൻ ഷെയർ ആവുന്നുണ്ടോ? യെസ്, ഇപ്പൊ ഓക്കെ. ഓക്കെ ആയോ? അതിന്റെ കാര്യം ചെയ്യാം. സബ്നെ ഒന്ന് പിൻ ചെയ്യാൻ പറയാം. യെസ്, പിൻ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ മാം? യെസ്, കാണാം. ഓക്കെ. ഹെലൻ കെല്ലർ, 1880 to 1968. Helen Keller was born on 27 June 1818 in Tuscumbia, US. She was an American author, political activist, and a lecturer. She was the first deaf and blind person who earned Bachelor of Art degree. Captain Arthur Keller and Kate Adam Keller live in Tuscumbia, were blessed with a baby girl on 1880. They named her Helen. She was a healthy child by birth. When Helen was 19 months old, she fell ill. The doctor said she was suffering from brain fever. Later, she stopped responding to her parents. Then the doctor said she is blind and deaf. Annie Sullivan, The New Life for Helen. On 3rd March 1887, her parents met Annie Sullivan and then requested her to teach Helen. Annie started teaching Helen to fingerspell. She taught her the language of touch. Annie daily taught new words to Helen. Later, she also learned her name spelling. The first she spelled out is DOLL, doll. Later, Annie teach her to read and then writing words with both ordinary and Braille typewriters. She even visited President Cleveland at White House. Helen spent her free time with her dog. Helen loved touch ocean. She also learned how to swim. She liked to spend time with garden. She liked to be with Annie Sullivan and never went outside without her. Nowadays, Helen Keller. Sishna Anand. Sishna is a girl born in Kannur district of Kerala. Parents are Anandakrishnan and Preetha Anand. Sishna's life was darkened by her premature birth. She was born with heart disease. She had cataract in both eyes. Despite surgery, her vision did not return. Later, she also lost her hearing. But her father never let her to be the witness of failure. He uplifted her life with his all effort.
Sishna showed her ability to overcome her limitations when she was admitted to the Helen Keller Institute of Deaf and Blind School, Mumbai. From studies, she trained in dance, drama, and yoga. During her school days, she was directed and acted in a play based on the story of Helen Keller. At the age of 26, Sishna took a challenge to dance without being able to hear and see. The show got lots of appreciations. She easily prepared colorful flowers, sandalwood sticks, candles, and paper bags. Using her touch, she can send SMS email through Braille power. She got exemplary person award from Kerala State this year. Thank you. ഓക്കെ, വെരി ഗുഡ്. സിഷ്ണയെ പറ്റി കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. അപ്പം ശരിക്കും ആ പിക്ചറൊക്കെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം. സ്ക്രീൻ പോയില്ലേ മാം? ആ, പോയി. ഓക്കെ. ഓക്കെ, ആയിരുന്നു. ആണോ? അവരുടെ പേരിലൊരു ബുക്കൊക്കെ ഉണ്ട്, കൺമണി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവര് ഒരുപാട് ഇങ്ങനെ എഫേർട്ട് എടുത്തിട്ട് നമ്മളെ പോലെ ഒരാളായിട്ട് നമുക്ക് മനസ്സിലാവില്ല, കണ്ണൊക്കെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. നല്ലൊരു ബുക്കാണ് കൺമണി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് ഈ കുട്ടിക്ക് ആദ്യം കണ്ണ് കാണാമായിരുന്നു, പിന്നെ മെല്ലെ മെല്ലെയാണ് അത് പോകുന്നത്, കണ്ണ് കാണുന്നതും ചെവി പോകുന്നതും ഒക്കെ. അപ്പൊ ലാസ്റ്റ് ഈ അച്ഛൻ ഒരുപാട് അച്ഛനും വളരെ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല. അപ്പം ഇത് ഓരോ ആഴ്ചയായിട്ട് ഈ കണ്ണ് കുറഞ്ഞു വരുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഒരു വീക്കും കൂടി ഈ കണ്ണ് മുഴുവനായിട്ട് കാണും, ഫുൾ ബ്ലൈൻഡ് ആവും. അപ്പൊ ആ സമയത്ത് പുള്ളി ജോലിക്ക് വേണ്ടി പുറത്തു പോകുന്ന ഒരു സീനുണ്ട്. ഭയങ്കര ടച്ചിങ് ആണ്. കുട്ടി കുറെ നേരം അച്ഛനെ മുഖത്ത് വെച്ച് ഇങ്ങനെ നോക്കും, കാരണം ഇനി അച്ഛനെ ഒരിക്കലും കാണാൻ പറ്റില്ല എന്നുള്ളൊരു. അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് അറിയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ ഹെലൻ കെല്ലറുമായിട്ട് എപ്പോഴും ഞാൻ ആ കുട്ടീനെ കൂട്ടി വായിക്കും, അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. സ്വപ്ന, എന്തായാലും ഹെലൻ കെല്ലറുടെ കാര്യത്തിലൂടെ നമുക്ക് നമ്മളുടെ ചുറ്റുപാടും ഇതുപോലുള്ള കുട്ടികൾ ഉണ്ടെന്നും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാരന്റ്സിന്റെ ശരിക്കും ഹെലന്റെയും പാരന്റ്സ് ഹെലന് വേണ്ടുന്ന ഒരാള് വേണം എന്ന് അന്വേഷിച്ചു പോകുമ്പോഴാണ് അവർക്ക് അനുസലവനെ കിട്ടുന്നതല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പെഷ്യൽ സ്കൂളുകള്, പിന്നെ കുട്ടികളുടെ എബിലിറ്റീസും അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും നോക്കിയിട്ട് അവരെ ആ അതിലെല്ലാം ഓവർകം ചെയ്യാനും കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള പല പല മെത്തേഡ്സും ഇപ്പൊ അവൈലബിളും ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യങ്ങൾ കിട്ടുന്ന കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അല്ലാതെ എത്രയോ കുട്ടികളാണ് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത്. ഓക്കെ, ഫൈൻ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ സെമിനാർ എങ്ങനെ പ്രസന്റ് ചെയ്യണം? ഇപ്പൊ ഇങ്ങനെ തന്നെ പവർ പോയിന്റ് പ്രസന്റേഷൻ തന്നെ വേണമെന്നില്ല, PPT ആയി ചെയ്യുന്നതിനെ കുറിച്ച്. ഓക്കെ സ്റ്റെഫി, പ്ലീസ്. യെസ്, ആൻസി, എന്താ ഡൗട്ട്? നമ്മൾ പഠിക്കുന്ന സമയത്ത് സെമിനാർ എന്ന് പറയുന്നത് ക്ലാസ്സിൽ 3-4 പേര് കണ്ടക്ട് ചെയ്തിട്ട് അത് അവതരിപ്പിച്ചതിന് ശേഷം ക്ലാസ്സിൽ ഇന്ന ആൾക്കാർ സെമിനാർ അവതരിപ്പിച്ചു, അതിൽ നിന്ന് നമുക്ക് കിട്ടിയ പോയിന്റ്സ് അത് ഉൾക്കൊള്ളിപ്പിച്ചാണ് സെമിനാർ റിപ്പോർട്ട് എഴുതുന്നത്. ഇവിടെ അങ്ങനെയാണോ മിസ്? അത് നമ്മൾ അവതരിപ്പിക്കുന്ന എഴുതുന്ന ആ സെമിനാർ തന്നെയാണോ സെമിനാർ റിപ്പോർട്ടായിട്ട് വെക്കേണ്ടത്? അത് അവതരിപ്പിച്ചതിന് ശേഷം ഉള്ളതാണോ എഴുതാനുള്ള സെമിനാർ റിപ്പോർട്ട്? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായത് ഒരാള് പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ ഐഡിയാസ് കിട്ടി, എന്നിട്ട് സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാതെ സ്വന്തം രീതിയിലും വേണമെങ്കിൽ സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. മനസ്സിലായോ? പിന്നെ ഈ ക്ലാസ്സിൽ കയറുന്ന എല്ലാവർക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടൈം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ടെൻഷൻ, അയ്യോ ടെക്സ്റ്റിൽ ഇത്രയും ബാക്കിയുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ ഫിനിഷ് ചെയ്യും, അതിനെ കുറിച്ച് ഓർത്ത് ബോദർ ചെയ്യരുത് കേട്ടോ. നമ്മളുടെ ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് ആണ്, അല്ലാണ്ട് റേഡിയോ പോലെ ഞാൻ ഫുൾ ടൈം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ആ പരിപാടിയല്ല. നിങ്ങളാണ് കൂടുതൽ പറയേണ്ടത്. ഓക്കെ, സ്റ്റെഫി പ്രിപ്പയർഡ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ചെയ്യാൻ റെഡിയാണോ? മെസ്സേജ് കണ്ടു. മിസ്സേ, ഞാൻ PPT ആയിട്ടാ ചെയ്തത്. പക്ഷെ എനിക്ക് സ്ക്രീനിൽ കാണിക്കുന്നത് എങ്ങനെയാന്ന് അറിയാം. എനിക്കിപ്പോ നല്ല പനിയൊക്കെ ആയിട്ട് ഇരിക്കുക. ഞാൻ അടുത്ത ദിവസം പ്രസന്റ് ചെയ്യാം മിസ്സേ. നോ പ്രോബ്ലം. ഞാൻ മെസ്സേജ് കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നീ ആരെങ്കിലും ഉണ്ടോ? നീ PPT ആയിട്ട് കാണിക്കുന്ന കണ്ടോണ്ടോ? ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ എന്റേതായ രീതിയിൽ അങ്ങനെ ചെയ്യാം, നോ പ്രോബ്ലം. ക്ലാസ് എടുക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് സെമിനാർ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ടുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. ഇത് കണ്ടോണ്ട് PPT ഇല്ലല്ലോ എന്ന് അങ്ങനെ വിചാരിക്കണ്ട. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം.
ഓക്കെ, അപ്പൊ നമ്മള് ഞാൻ ഇപ്പോ ഷെയർ ചെയ്തത് ഓക്കെ. അപ്പൊ നമ്മള് ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ കുറിച്ച് പറയുമായിരുന്നു. അതിന്റെ ഫ്രേസസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഫ്രേസസിന്റെ എനിക്ക് കുറെ പേര് എന്തൊക്കെയൊക്കെയോ അയച്ചു തന്നു, ഇത് മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. യെസ്, നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കണോ, തന്നെ ഉണ്ടാക്കാം. എവിടെയെങ്കിലും നിന്ന് സെർച്ച് ചെയ്ത് അത് കളക്ട് ചെയ്ത് അത് എഴുതണോ, അത് എഴുതാം. അപ് ടു യു, നോ പ്രോബ്ലം. ഞാൻ എഴുതിയത് തെറ്റിപ്പോവോ അങ്ങനത്തെ പ്രശ്നത്തെ പറ്റി ബോധർ ചെയ്യണ്ട. തെറ്റും ശരിയും അങ്ങനെയൊന്നുമില്ല. എന്തുതന്നെയാലും ഹെൽത്തിനെ റിലേറ്റ് ചെയ്ത ചില സ്റ്റേറ്റ്മെന്റുകളല്ലേ, ഒന്നും പ്രശ്നമില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു കൺസേൺ തന്നെയാണല്ലേ. അൺഹെൽത്തി ആയിട്ടിരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ചില സാഹചര്യങ്ങൾ മൂലം, പിന്നെ ചില ഹാബിറ്റ്സ് മൂലമാണ് ആളുകൾ അൺഹൈജീനും അൺഹെൽത്തി ആയി മാറുന്നത്. അത് സ്വന്തം ഹെൽത്ത് മാത്രമല്ല, ഓൺ ഹെൽത്ത് മാത്രമല്ല, നമ്മളുടെ കുട്ടികളുടെ ഹെൽത്ത്, ഫാമിലീസ്, ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ്. നമ്മുടെ ഒരു ഫ്രണ്ടിന് വയ്യാന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം. ഓഫീസിൽ വന്നപ്പോൾ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ആള് ലീവ്, സുഖമില്ലാതെ, നമ്മൾക്ക് ആകെ ഒരു അവരെ കുറിച്ച് ഓർത്തൊരു കൺസേൺ ഉണ്ടാവും അല്ലെ. നമ്മൾ വിളിക്കും, നമ്മളുടെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അവർ വളരെ ചെറിയ കുഞ്ഞുങ്ങളെയാണ് കാണുന്നത്. അപ്പം ആ കുട്ടികളുടെ എല്ലാം ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും. സ്വന്തം സ്റ്റുഡൻസിന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് പ്രയോറിറ്റി തന്നെയാണ്. അപ്പൊ നമ്മുടെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ് ഈ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെ. ഈ ഹെൽത്തിന് 4 മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. ഇതിലില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, പിന്നെ സ്പിരിച്വൽ. പറഞ്ഞിരുന്നോ? 4 മെയിൻ ആസ്പെക്ട്സ് ആണ് ഹെൽത്തിനുള്ളത്. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ. ഇതിൽ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിരുന്നു അല്ലെ. ഹൈജീൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരുന്നത് ഗ്രീക്ക് ഗോഡായ ഹൈജിയ, അവരുടെ പേരിൽ നിന്നാണ്. ഹൈജിയ, അവരുടെ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഗോഡസ് ആണ് ഈ ഹൈജിയ എന്ന് പറയുന്നത്. HYGIEA എന്നുള്ള സ്പെല്ലിംഗ് ആണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ ഹൈജീൻ എന്നുള്ള ഒരു വേർഡ് ഡിറൈവ് ചെയ്തത് ഈ ഒരു ഗ്രീക്ക് ഗോഡസിന്റെ പേരിൽ നിന്നാണ്. ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഗോഡസ് ആയിട്ടാണ് അവർ അറിയപ്പെടുന്നത്. ഗ്രീക്ക് മിത്തില് നമ്മൾ കുറെ ഗോഡസ് ഒക്കെ അറിയാം. ഓരോ ദൈവവും ഓരോവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറെ പേരുകളാണ് അല്ലെ. ഓക്കെ, ഇപ്പം 4 ആസ്പെക്റ്റുകളുണ്ട് ഹെൽത്തിന്: ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ. ഫിസിക്കൽ നമുക്കറിയാം, നമ്മൾ യൂണിറ്റ് 1 ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് കൂടുതലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ബോഡിയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങും അല്ല കണ്ടീഷൻഡ് ആയിട്ട് ബോഡി ഇരിക്കുന്നതും, നമ്മൾ എടുക്കുന്ന എക്സസൈസ്, നമ്മളുടെ ഹെൽത്ത് അപ്രോപ്രിയേറ്റ്, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എക്സസൈസുകൾ, പിന്നെ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത്, സ്ലീപ്പ്, എന്തെങ്കിലും മെഡിക്കൽ കെയർ ആവശ്യമാണെങ്കിൽ അത്, പിന്നെ ഹാംഫുൾ ഹാബിറ്റ്സ് ഒക്കെ ഒഴിവാക്കുന്നത്, അതായത് സ്മോക്കിംഗ്, സബ്സ്റ്റൻസ് യൂസ്, ഡ്രിങ്കിങ്, അങ്ങനെയുള്ള ഹാംഫുൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഇത് ജങ്ക് ഫുഡ്, അതെല്ലാം ഹാംഫുൾ ആണല്ലോ ശരീരത്തിന്, അതെല്ലാം വരും. പിന്നെ മെന്റൽ ഹെൽത്ത്, നമുക്ക് ഓൾറെഡി ലെസൺ 6 യൂണിറ്റ് 6 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. എന്നാലും ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. നമ്മളുടെ തോട്ട് പ്രോസസ്, നമുക്കുണ്ടാകുന്ന ഫീലിങ്സ്, നമ്മളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ഇതിനെയെല്ലാം നമ്മളെങ്ങനെ അതുമായി കോപ്പപ്പ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതൊക്കെ അതിനെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇതാണ് മെന്റൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്ട്രെസ്, നമുക്കറിയാം ലൈഫിൽ മുഴുവനും എപ്പോഴും ഹാപ്പിനെസ് മാത്രമല്ല, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നഷ്ടങ്ങൾ ഉണ്ടാകാം, ലാഭങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഹാപ്പിനെസ് മാത്രമല്ല, എപ്പോഴും സ്ട്രെസ് വരും. അപ്പൊ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. നമ്മുടെ ഇമോഷൻസ്, അതിനെ
മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഇതെല്ലാം നമ്മുടെ ആ മാനസികപരമായ വെൽബീയിങ്, സൈക്കോളജിക്കൽ വെൽബീയിങ്, ആ ഒരു സമാധാനം, സുഖം, സന്തോഷം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം കൂടെ വരുന്നത്, അതാണ് മെന്റൽ ഹെൽത്ത് വരുന്നത്. സോഷ്യൽ ഹെൽത്ത്, നമ്മള് ആളുകൾ പറയില്ലേ, ഓ ആ വ്യക്തി വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്, ആളോട് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനം എന്നൊക്കെ പറയില്ലേ. ചില ആളുകൾ പറയും ഓ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല, അവരെ കാണുന്നതേ ഒഴിഞ്ഞു മാറും. ഇത് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാരെ കൊണ്ടും സാധിക്കാറില്ല. സോഷ്യൽ ഹെൽത്ത് അതാണ്, നമ്മൾ എങ്ങനെ സോഷ്യലി ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരു സൊസൈറ്റി, ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും നമ്മൾ ജീവിക്കുന്നത് ഒരു സൊസൈറ്റിയിലാണ്. അപ്പൊ ആ സൊസൈറ്റിയുടെ ഭാഗമാണ് ഞാൻ. അപ്പൊ എനിക്ക് ചില സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ആ സൊസൈറ്റിയിലെ ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് ജീവിക്കുന്നത്, അതാണ് നമ്മുടെ സോഷ്യൽ ഹെൽത്ത്. സ്പിരിച്വൽ ഹെൽത്ത്, നമുക്ക് ലൈഫിനൊരു മീനിങ് ഉണ്ട്, വാല്യൂസ് ഉണ്ട് എന്നൊക്കെ, നമുക്കൊരു എത്തിക്സ് എല്ലാരും പറയില്ലേ. നമ്മളുടെ ചിലർക്ക് നല്ല എല്ലാവർക്കും തന്നെ വേണം അത്. ജീവിതത്തെ കുറിച്ചൊരു ധാരണ, ജീവിതത്തിൽ നമ്മളുടേതായ ചില വാല്യൂസ്, അല്ലെ, മറ്റുള്ളവരെ പറ്റിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതെ, അങ്ങനത്തെ രീതിയിലൊക്കെ ഒരു സെൻസ് ഓഫ് പർപ്പസ്. ഞാൻ ഇവിടെ ജീവിക്കുന്നു, എൻ്റെ ഒരു സെൻസ് ഓഫ് പർപ്പസ്, എൻ്റെ ലൈഫിൽ ഞാൻ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, എന്നെ കുറിച്ചുള്ള ബോധം, ഇതെല്ലാമാണ് സ്പിരിച്വൽ ഹെൽത്തിൽ വരുന്നത്. ഇതെല്ലാം നമുക്കൊരു പക്ഷേ നമ്മളുടെ ചെറുപ്പത്തിലെ നമ്മൾ ഫോളോ ചെയ്ത ട്രഡീഷൻസ്, നമ്മുടെ റിലീജിയസ് ബിലീഫ് അങ്ങനെയൊക്കെ കിട്ടുന്നതായിരിക്കാം. പേഴ്സണലി നമുക്ക് ചില എത്തിക്സ്, ഇപ്പൊ നമ്മൾ നമ്മുടെ പാരന്റ്സിൽ നിന്നും കണ്ടിട്ടുള്ള അവരുടെ വാല്യൂസ് കണ്ട് നമ്മളും അതുപോലെ ആകും, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങൾ, അങ്ങനെ പേഴ്സണൽ എത്തിക്സ് നമ്മളിൽ ഫോം ചെയ്യുന്നു. എന്റെ അച്ഛൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ അമ്മ അങ്ങനെയാണ്, എന്റെ അമ്മ അങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, നമുക്കൊരു ഇതുണ്ടാവില്ലേ, ആ ഒരു ഫീലിംഗ്. ഓക്കെ, ഇതാണ് സ്പിരിച്വൽ ഹെൽത്തിൽ വരുന്നത്. ഇത്രയും അങ്ങനെയുള്ള 4 ആസ്പെക്റ്റ് ആണ് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞത്. ഒന്ന് പേഴ്സണൽ ഹെൽത്ത്, പിന്നെ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, ദെൻ സ്പിരിച്വൽ ഹെൽത്ത്. ഇനി നമ്മൾ പലപ്പോഴും നമ്മുടെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങൾ? ഫുഡ്, ക്ലൈമറ്റ്, പിന്നെ ചൈൽഡ്ഹുഡ് ആയിരുന്ന സമയത്ത് നമ്മളുടെ ശീലങ്ങൾ, അല്ലേ, നല്ല ശീലങ്ങളാണെങ്കിൽ അത് നമ്മളുടെ ഹെൽത്തിനെ പോസിറ്റീവായിട്ട് ഇംപ്രൂവ് ചെയ്യും. നമ്മളുടെ ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും ശീലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് നെഗറ്റീവ്ലി, അല്ലെ. അതിപ്പോ ചെറുപ്പത്തില് രാവിലെയും വൈകിട്ടും നമ്മൾ ബ്രഷ് ചെയ്യുന്നുണ്ട്, അതങ്ങ് ശീലമായി, ദാറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്, അല്ലെ. മോർണിംഗ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ്, പിന്നെ എല്ലാം ഹാൻഡ് വാഷിങ് നല്ല രീതിയിൽ ചെയ്യുന്നു, എല്ലാം നമ്മൾ ചെറുപ്പം തുടങ്ങി പഠിക്കും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ അത് ചെറുപ്പത്തിലെ കുട്ടികൾ ചിലപ്പോൾ പാരന്റ്സിൽ നിന്നും കണ്ടുപിടിച്ചിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ പാരന്റ്സ് അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പാരന്റ്സ് മാത്രമല്ല, സ്കൂളിലെത്തുമ്പോൾ ടീച്ചേഴ്സും പറഞ്ഞു കൊടുക്കും, പിന്നെ എൽഡേഴ്സ്, പ്രായമായവരും പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ചെറുപ്പം തുടങ്ങിയ കുറെ നല്ല ഹാബിറ്റ്സ് ഇവരങ്ങ് പ്രാക്ടീസ് ചെയ്തത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട് പല ആളുകളെയും, അല്ലെ, നമ്മളുടെ കൂടെ തന്നെയുള്ളവരെ, നമ്മുടെ ക്ലാസ്സിലുള്ളവര്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വലുതായി ഇപ്പൊ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങുവാണെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ളവരെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നെയ്ബർഹുഡിലുള്ള ആൾക്കാരെയൊക്കെ ഇതുപോലെ പലപ്പോഴും അസുഖങ്ങൾ വന്ന് വല്ലാതെ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇങ്ങനെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നത്? അത് നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ചില അസുഖങ്ങൾ വരുന്നത് പാരമ്പര്യം എന്ന് പറയും, അല്ലേ, ആണോ? അതെ, ഡയബറ്റീസ്, അതെ, അതന്നെ, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, അല്ലെ. അപ്പൊ ഇങ്ങനെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് ഹെറിഡിറ്റി. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും പലപ്പോഴും. ഇപ്പൊ ഇങ്ങനെ ഏതോ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ആരോ പറഞ്ഞു, ക്ലാസ്സിലാണോന്നറിയില്ല, അല്ല ക്ലാസ്സിലല്ല, എന്റെ കസിനാ പറഞ്ഞേ, ആള് അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പൊ ആ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി 23 അത്രയും കണ്ടായിട്ടുള്ളൂ.
അതിന്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അമ്മയുടെ ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു, അമ്മുമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. എന്നിട്ട് അത് കാരണം ഇപ്പൊ എന്തോ പുതിയൊരു എക്യുപ്മെന്റ് ഉണ്ട് അത്രേ, ഇങ്ങനെ ക്യാൻസർ സെൽസ് എന്തോ ബോഡിയിൽ ഉണ്ടോന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവരുടെയും ബോഡിയിൽ ക്യാൻസർ സെല്ലുണ്ടെന്നാണ് പറയുന്നത്. ചിലരുടെ അത് ക്യാൻസറസ് ആകുന്നു, ചിലരുടെ അത് ശല്യം ചെയ്യുന്നില്ല, നമ്മുടെ എല്ലാം ബോഡിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്നും പറഞ്ഞ് ഡോക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കാര്യം. അപ്പൊ ഈ ഹെറിഡിറ്റി ഒരു ഇതാണ്. നമ്മളുടെ പല ക്യാരക്ടറിസ്റ്റിക്സും പലപ്പോഴും പാരന്റ്സിന്റെ ഇമ്മ്യൂണിറ്റി, പിന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഹെൽത്തിനെ. പിന്നെ ഈറ്റിംഗ് ഹാബിറ്റ്, അങ്ങനെ പല രീതിയിലും. പിന്നെ മെന്റൽ ആറ്റിറ്റ്യൂഡ്സ് നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മളുടെ ഹെൽത്തും വിൽ പവറും എല്ലാം ഇൻക്രീസ് ചെയ്യും, അഡ്ജസ്റ്റ്മെന്റും എല്ലാം. നമുക്ക് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവും കൂടുതലായിരിക്കും നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ. അങ്ങനെയാകുമ്പോൾ ദാറ്റ് വിൽ ലീഡ്സ് ടു ഹാപ്പിനെസ്. പിന്നെ എൻവിയോൺമെന്റ്, നമ്മുടെ സറൗണ്ടിങ്സ്, അത് വലിയൊരു ഫാക്ടറാണ് ഹെൽത്തിന്. ക്ലൈമറ്റ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻ, ചില റിലീജിയസ് ബിലീഫ്, സോഷ്യോ കൾച്ചറൽ കസ്റ്റംസ്, അങ്ങനെ പല കാര്യങ്ങളും. ഇന്റേണലും സംഭവിക്കാം, എക്സ്റ്റേണലും സംഭവിക്കാം. പലപ്പോഴും ഇൻഡിവിജ്വലിന്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ഇന്റേണൽ ആയിട്ടുള്ള എൻവിയോൺമെന്റിലെ ഇന്റേണൽ കാര്യങ്ങളും എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളും. ഇന്റേണൽ എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീൻലിനെസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ്, നമ്മുടെ ബെഡിൽ നമ്മൾ വിരിക്കുന്ന ഷീറ്റുകൾ, അതൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. നമ്മുടെ വീട്, സ്കൂള്, പാർക്ക്, ലൊക്കാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. പിന്നെ പ്രോപ്പർ വെന്റിലേഷൻ, പ്യുവർ വാട്ടർ, അവൈലബിലിറ്റി ഓഫ് ബാലൻസ് ഡയറ്റ്, ഇതെല്ലാം ഇങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം എൻവിയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചില കസ്റ്റംസ്, ചില ട്രഡീഷൻസ്, അതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിനെ ഗ്രേറ്റ് എക്സ്റ്റെൻസ്. ഇന്ത്യയിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറെ സൂപ്പർസ്റ്റിഷ്യൻസ് ഉണ്ട്, കുറെ ആവശ്യമില്ലാത്ത ബ്ലൈൻഡ് ബിലീഫ്, അന്ധവിശ്വാസങ്ങളെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതെല്ലാം നമ്മുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കും. ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡൽഹിയിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ട് ഒരു കുട്ടിയുണ്ട്. അപ്പൊ എനിക്ക് ഒരു 2 months ബാക്ക് ഞാനങ്ങ് ഡൽഹിയിൽ പോകേണ്ട വന്നപ്പോ എനിക്ക് ഡൽഹി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ ആണല്ലോ, അപ്പൊ അങ്ങനെ ഒരു സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രതീക്ഷയായിട്ടാണ് ചെല്ലുന്നത്. ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ കണ്ടത് സ്ലം ഏരിയയും അവിടുത്തെ അൺഹൈജീനിക് വേ ഓഫ് ലൈഫും പ്രോപ്പർ അല്ലാത്ത ഫുഡും പിന്നെ ഈ ഒട്ടും ക്ലീൻ വാട്ടർ ഇല്ലാത്ത സ്ഥലങ്ങളും ഒക്കെയാണ് ഞാൻ കണ്ടത്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞപ്പോ ആ കുട്ടി പറയുമായിരുന്നു അവിടെ പോപ്പുലേഷൻ കൂടുതലാണ്, പിന്നെ ആളുകൾക്ക് ചില സൂപ്പർസ്റ്റിഷ്യൻസ് ഉണ്ട്. അതായത് വീടിനകത്ത് ടോയ്ലറ്റ് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അശുദ്ധിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഉള്ള വിശ്വാസങ്ങളുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അങ്ങനെ കുറെ സൂപ്പർസ്റ്റിഷ്യൻസ് ഫോളോ ചെയ്തു വരുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നു. ചില സ്ഥലത്തെ ആളുകൾ ഇതുപോലെ എന്താ പറയുക, പീരിയഡ്സ് ആവുമ്പോഴേക്കും ഒരു ഇരുട്ടുമുറിയിൽ കൊണ്ടിരുത്തും. അപ്പം മര്യാദയ്ക്ക് നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ഹൈജീൻ, ഹെൽത്തി ആയിരിക്കേണ്ട സമയവും നല്ലപോലെ നമ്മള് നമ്മുടെ ബോഡി വാഷ് ചെയ്ത് ക്ലീൻ ക്ലോത്ത്സ് എപ്പോഴും ചേഞ്ച് ചെയ്യേണ്ട, നമ്മുടെ ബോഡിയോട് ചേർന്നിരിക്കുന്ന ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്യേണ്ട സമയമൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെ ചില സൂപ്പർസ്റ്റിഷ്യൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. പിന്നെ പേഴ്സണൽ ഹാബിറ്റ്സ്, ഒരാളുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പേഴ്സണൽ ഹാബിറ്റ്സ് ഒരു ഫാക്ടർ തന്നെയാണ്. ഒരു വീട്ടിലുള്ള മെയിൻ ആയിട്ടുള്ള വീട്ടിലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആള് നല്ല ഹൈജീൻ ആയിട്ടൊക്കെയാണ് ഭക്ഷണം വെക്കുന്നത്. പക്ഷെ അത് കഴിക്കുന്നവര് പ്രോപ്പറായിട്ട് ഹൈജീൻ നോക്കാതെ കൈ കഴുകാതെയും ശരിക്കും ഭക്ഷണം കഴിഞ്ഞിട്ട് കഴുകാതെയൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് അയാളുടെ ഹെൽത്തിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് പേഴ്സണൽ ഹാബിറ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നത്. ഹെറിഡിറ്റി, മെന്റൽ ആറ്റിറ്റ്യൂഡ്സ്, എൻവിയോൺമെന്റ്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഹാബിറ്റ്, ഇതെല്ലാമാണ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ. കുറച്ച് കൂടുതലായിട്ട് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചത് ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഹെൽത്തിന്റെ മെയിൻ ആയിട്ടുള്ള 4 ആസ്പെക്ട്സ് ആദ്യം പറഞ്ഞു. ഫിസിക്കൽ, മെന്റൽ, അതുപോലെ തന്നെ സോഷ്യൽ, സ്പിരിച്വൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഹെൽത്തിനെ
അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഹെറിഡിറ്റി, മെന്റൽ ആറ്റിറ്റ്യൂഡ്സ്, എൻവിയോൺമെന്റ്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഹാബിറ്റ്സ്. നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, പിന്നെ നമ്മളുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു ഹാപ്പിനെസ്. നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഫുൾ ടൈം ടെൻഷനും സ്ട്രെസ്സും ഒരു സന്തോഷവും ഉണ്ടാവില്ല. എൻവിയോൺമെന്റ്, നമ്മൾ വളരുന്ന സാഹചര്യങ്ങൾ, അത് സ്കൂളാണെങ്കിലും വീടാണെങ്കിലും ഓഫീസാണെങ്കിലും, നമ്മളുടെ ലൊക്കാലിറ്റി, നമ്മളുടെ വീട് ചിലപ്പോൾ നീറ്റ് ആയിട്ട് ഹൈജീൻ ആയിട്ടായിരിക്കും വയ്ക്കുന്നത്, പക്ഷെ നമ്മുടെ ചുറ്റുപാടും അൺഹൈജീൻ ആയിട്ടുള്ളതാണെങ്കിൽ അതും നമ്മളെ ബാധിക്കും. ഇപ്പോൾ തൊട്ടടുത്ത വീട്ടില് വെള്ളം കെട്ടിക്കിടക്കുന്ന കുറെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കൊതുക് പെരുകിയാൽ മതിയുള്ളത്, അത് നമ്മളെ ബാധിക്കും. അല്ലെങ്കിൽ ഒരു കനാൽ, ലോക്കൽ അതോറിറ്റീസ് കനാല് ശരിയായി പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല, നമ്മൾ വീട്ടിൽ എത്ര ഹൈജീനിക് ഇതാണെങ്കിലും അത് നമ്മളെ ബാധിക്കും, ആ ഒരു എൻവിയോൺമെന്റ് ശരിയല്ലെങ്കിൽ. നെക്സ്റ്റ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, ആളുകളുടെ ചില ബിലീഫ്, ശരിയല്ലാത്ത രീതിയിലുള്ള ചില ബിലീഫ് എല്ലാം പലപ്പോഴും ഹെൽത്തിനെ ബാധിക്കും. പേഴ്സണൽ ഹാബിറ്റ്സ്, നമ്മൾ വീടും നാടും ഒക്കെ എത്ര ഹൈജീനാന്ന് പറഞ്ഞാലും അവനവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ഹെൽത്തി ലൈഫിനെയും നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ബാധിക്കും. അപ്പൊ കുട്ടികളിലെ ഈ പേഴ്സണൽ ഹാബിറ്റ്സ്, നല്ല രീതിയിലുള്ള പേഴ്സണൽ ഹാബിറ്റ്സ് ചെറുപ്പം തുടങ്ങി ശീലാക്കണം. അതിന് വീട്ടിലും സ്കൂളിലും അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ്, വീട്ടില് ചിലപ്പോൾ വീട്ടിലെ പാരന്റ്സിന് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ സ്കൂളിലാണ് അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത്. അവിടെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ആ ഒരു ഇമ്പോർട്ടൻസും സ്കോപ്പും വരുന്നത്. ഓക്കെ, അപ്പൊ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് നമുക്കിനി പറയാനുള്ളത്. സോ ആരാ ഒന്ന് റീഡ് ചെയ്യാം? ഓക്കെ മാം, റീഡ് വായിക്കട്ടെ. വായിച്ചോളൂ. Scope of health education. Health education includes the following subjects: knowledge about food items and their input of the proper growth and development of the human body. Second point, assurance of pure and clean water, fresh air, proper rest, physical exercise, recreation, sleep. Third, bad habits like smoking, drinking, and taking drugs and their evil effect on health build, and mental damage caused to be individual as well as the society. Next, cause of various illness and means of their prevention. Mental health, domestic by gene, community hygiene, sex hygiene, etc. The importance of first aid in necessity. The knowledge acquired by health education can be applied in school life, personal community life. Thank you. ഇങ്ങനെയുള്ള ഹെൽത്തി ഹാബിറ്റ്സ് കുട്ടികൾക്ക് ചെറുപ്പം തുടങ്ങി കിട്ടണം. ഇപ്പൊ സ്കൂളിൽ നിന്ന് കിട്ടുന്ന, സ്കൂളിന്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിരിക്കും കുട്ടികളുടെ ആ ഒരു ലൈഫിൽ. കാരണം സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു 3 years കഴിയുമ്പോഴാണ് നമ്മൾ സ്കൂളിൽ കുട്ടികളെ ജോയിൻ ആക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെമ്മറി ഒക്കെ സ്ട്രോങ് ആവുന്നു, കോൺഷ്യസ് മെമ്മറി ആകുന്നതാ. ഒരു 3 വയസ്സ് വരെയൊന്നും കുറെ അവർക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആഫ്റ്റർ 3 years എന്ന് പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതും എല്ലാവരും നല്ല പോലെ പിടിച്ചെടുക്കും, അത് അവരിൽ ഇങ്ങനെ സ്റ്റോർ ആകും. അപ്പൊ ആ സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു എൻവയോൺമെന്റിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരാളിൽ നിന്നും അവർക്ക് ഇതുപോലുള്ള അവയർനെസ് കിട്ടുമ്പോൾ അത് അവരത് ഫോളോ ചെയ്യും. ഓക്കെ, ഇപ്പൊ സ്കൂളുകൾ എപ്പോഴും അതുപോലെ ഒരു പ്ലസന്റ് വെൽക്കമിങ് പ്ലേസ് ആയിരിക്കണം കുട്ടികൾക്ക്. അവർക്ക് അങ്ങോട്ട് പോകാൻ പേടിയല്ല തോന്നുന്നത്, ഇഷ്ടം തോന്നണം. ആ രീതിയിലുള്ള ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സ്കൂളിൽ ഉണ്ടാക്കണം. അത് സ്കൂൾ അതോറിറ്റീസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഹെൽത്തിനെ കുറിച്ചൊരു അവയർനെസ് തരുന്നതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ, അല്ലെ? നമുക്ക് പല കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നു. ആ കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്ത് നമ്മളതൊരു അറിവായി സമ്പാദിക്കുവാണ്. നോളജ് നമ്മൾ അക്യൂർ ചെയ്യുന്ന നോളജ്, അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ സബ്ജക്ട് സ്റ്റഡിങ് അല്ല, എന്തോ കാണാതെ പിടിച്ച് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു മാർക്കിന് വേണ്ടി, അതല്ല ശരിക്കും എഡ്യൂക്കേഷൻ വരുന്നത്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും അത് തന്നെയാണ്. ആ ഒരു അവയർനെസ്, നമുക്ക് നോളജ് കിട്ടണം, സ്കിൽ ഉണ്ടാവണം. അതാണ് ശരിക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയാലും എന്ത് ടൈപ്പ് എഡ്യൂക്കേഷൻ ആയാലും. ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ആ അവയർനെസ് കിട്ടുന്നു. അപ്പൊ നമ്മൾ അറിയുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അത് നമ്മൾ
നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നില്ലേ. ഇപ്പൊ എനിക്ക് ഹെൽത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം, എങ്ങനെ ഹെൽത്തി ആയിരിക്കണം, ഹൈജീൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറെ കാര്യങ്ങൾ അറിയാം. പക്ഷെ ഞാൻ അത് എന്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം എന്റെ ഹെൽത്ത് നന്നാവില്ല. അപ്പൊ നമ്മളത് നമ്മളുടെ ലൈഫിലേക്കും നമ്മളുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടും എല്ലാം അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. സാധാരണ ഒരു അറിവും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, യെസ് എനിക്ക് ആ നോളജ് ഉണ്ട്, ഞാനിങ്ങനെ ആരെയും അറിയിക്കാതെ വെക്കുമ്പോൾ അത് പൂർണ്ണതയിൽ എത്തില്ല. ഞാനത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അത് അവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അതൊരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് പൂർണ്ണതയിൽ എത്തുന്നത്. ഇവിടെയും അത് തന്നെ. നമുക്ക് നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ എല്ലാ ഹെൽത്തും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള അവയർനെസ് ആണ് ശരിക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ തരുന്നത്. അപ്പോൾ പല രീതിയിലുള്ള നല്ല നല്ല ഹാബിറ്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ചേഞ്ച് ആവും. അതുപോലെ തന്നെ നോളജ് നമുക്ക് കിട്ടും, നമുക്ക് സ്കില്ല് കിട്ടും. പെട്ടെന്നൊരു സാഹചര്യത്തിൽ കൈയൊന്ന് മുറിഞ്ഞു, എന്ത് ചെയ്യണം നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ കൂടെ ആരുടെങ്കിലും മുറിക്കും, കുട്ടികൾ വീട് അവർക്കൊരു ഇഞ്ചുറി വന്നു, നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അറിഞ്ഞിരിക്കണം അല്ലെ. ഇതെല്ലാം നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയാണ് കിട്ടുന്നത്. ഇതൊരു പ്രോസസ്സാണ്. ഒരു ഇൻഡിവിജ്വലിന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് എവിടെ എങ്ങനെ എപ്പോൾ അപ്ലൈ ചെയ്യണം, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനുണ്ട്. നമുക്ക് കിട്ടുന്ന എന്തെല്ലാമാണ് ഫുഡ് ഐറ്റംസ്, എങ്ങനെയാണ് നല്ല ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെ കൊണ്ടുപോകണം, അത് പ്രോപ്പർ ആയിട്ടുള്ള ഇൻപുട്ട് അല്ലെ. എപ്പോഴെങ്കിലൊക്കെ കഴിച്ചാൽ മതിയോ, രാത്രി 1 മണിക്ക് എണീറ്റ് കഴിച്ചാൽ മതിയോ, നമുക്ക് ടൈം ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഈവനിങ് ആണെങ്കിൽ അതിന് റിഫ്രഷ്മെന്റോ സ്നാക്സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പൊ ഒരു രീതിയുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്. അങ്ങനെ പിന്നെ പറയും അല്ലാണ്ട് നിറച്ചങ്ങ് കഴിക്കരുതെന്ന് പറയൂലേ. നമുക്ക് വെള്ളം കുടിക്കണം, അതിന്റെ ബിറ്റ്വീൻ വെള്ളം വേണം, അപ്പൊ അതിനൊരു സ്പേസ് ഉണ്ടാവണം നമ്മുടെ അകത്ത്. അപ്പൊ അതുപോലെ ഭക്ഷണം കഴിക്കുക. പിന്നെ നമ്മളുടെ ഓരോ ട്രഡീഷൻസ് അല്ലെങ്കിൽ ഓരോ കസ്റ്റംസ് ഉള്ളവരുടെ ഫുഡ് ഹാബിറ്റ്സ് പല രീതിയിലായിരിക്കും. ഇപ്പൊ നമ്മള് മലയാളീസിന് ഒരു രീതിയായിരിക്കാം, പുറത്തുള്ളവർക്ക് അങ്ങനെ പല പല രീതി. സൗത്ത് ഇന്ത്യൻസിന്റെ പൊതുവെ പറയുമ്പോൾ ഒരു രീതി, നോർത്ത് ഇന്ത്യൻസിന് വേറൊരു രീതി, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ഏത് രീതിയിൽ കഴിക്കണം, നമ്മളുടെ ഗ്രോത്തിനും നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് അനുസരിച്ച്. പിന്നെ അറിയാൻ എന്തെങ്കിലും അസുഖങ്ങൾ, ക്രോണിക് കണ്ടീഷൻസ്, ഇപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാര് അങ്ങനെയുള്ളവര്, പിന്നെ ചിലപ്പോൾ കിഡ്നി സ്റ്റോൺ അങ്ങനത്തെ പ്രോബ്ലം ഉള്ളവർക്കും ചില ഫുഡൊക്കെ ഓക്സാലിക് കൂടുതലുള്ളത്, ഓക്സലൈനോ അതെന്തോ കൂടുതലുള്ളത് കഴിച്ചുകൂടാന്നൊക്കെ ഡോക്ടേഴ്സ് പറയും. വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കണം. പിന്നെ പ്രായമാകും തോറും ബോഡിയിലെ പല കാര്യങ്ങളും, അതായത് സോഡിയം, പൊട്ടാസ്യം അതൊക്കെ ഇങ്ങനെ അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ ഡോക്ടർ പറയും അതിനനുസരിച്ച് കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ പറയും. ചില പൊട്ടാസ്യം കൂടുതലുള്ള ആൾക്കാരോട് ഫ്രൂട്ട്സ് കുറയ്ക്കാൻ പറയും, അങ്ങനെയൊക്കെ. സോഡിയം കൂടുതലുള്ളവരോട് ഉപ്പ് കുറയ്ക്കാൻ പറയും, കുറവുള്ളവരോട് ഉപ്പ് അധികം കഴിക്കാൻ പറയും. അങ്ങനെ പല രീതിയിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ച് ഭക്ഷണം നമ്മൾ എടുക്കേണ്ടതുണ്ട്. പിന്നെ പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ, അതിന്റെ ഒരു അഷുറൻസ് അല്ലെ. ഫ്രഷ് എയർ, പ്രോപ്പർ റെസ്റ്റ്. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ കുട്ടികൾക്ക് കുടിക്കാനും ക്ലീനിങ് പർപ്പസിനും വെള്ളം വേണം. അവർക്ക് അവരുടെ ക്ലാസ് റൂമുകൾ നല്ല വെന്റിലേഷനും ഫ്രഷ് എയർ ഉള്ളതായിരിക്കണം. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ്, ഫിസിക്കൽ എക്സസൈസിനുള്ള ഓപ്ഷൻ, റിക്രിയേഷൻ. സ്കൂളാണെങ്കിലും വീടാണെങ്കിലും ഓഫീസാണെങ്കിലും റിക്രിയേഷൻ, വിനോദം. ആളുകളെല്ലാം ചിലപ്പോൾ റിക്രിയേഷൻ, ചിലര് ചിലപ്പോൾ യാത്രകൾ പോകും, ചിലര് ചിലപ്പോൾ എന്തെങ്കിലും വർഷിപ്പ് ആരാധനാലയങ്ങൾ സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒറ്റ ദിവസത്തെ പിക്നിക് അല്ലെങ്കിൽ മൂവിക്ക് പോകുന്നു. അങ്ങനെ റിക്രിയേഷൻ അതിൻ്റെ ഒരു കോമന്റ് കിട്ടും. റിക്രിയേഷൻ, സ്ലീപ്പ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉറങ്ങണം, നമ്മുടെ ബ്രെയിനിന് അത് ആവശ്യമാണ് അല്ലെ. പിന്നെ മുടിക്കും ഉറക്കം ആവശ്യമാണെന്നാ പറയുന്നത്. അതിന്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയ ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മുടെ ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് ഉറങ്ങണം എന്ന് കറക്റ്റ്, നമ്മുടെ മുടിക്കും റെസ്റ്റ് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞു. എന്നാ അല്ലെങ്കിൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നു പറഞ്ഞു. പിന്നെ ബാഡ് ഹാബിറ്റ്സ് അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല നശിക്കുന്നത്, കുടുംബം, ആ ഫാമിലിയിൽ തന്നെ ഒട്ടും സന്തോഷം ഉണ്ടാവില്ല. ആ ഒരു സൊസൈറ്റിയിലും ചിലപ്പോൾ ഇവരെ കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അങ്ങനെയും വരാം. ആ ഒരു മെന്റൽ ഡാമേജ് ആണ് ഉണ്ടാകുന്നത് അതുമൂലം, ഇൻഡിവിജ്വലിന് മാത്രമല്ല സൊസൈറ്റിക്ക്.
പിന്നെ പല അസുഖങ്ങളുടെ കാരണങ്ങൾ, അതിനെക്കുറിച്ചുള്ള അവയർനെസ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കിട്ടും. പിന്നെ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. കോവിഡ് ഔട്ട്ബ്രേക്ക് വന്നപ്പോൾ നമുക്ക് കുറെ അവയർനെസ് കിട്ടി. അതെങ്ങനെ വരാതിരിക്കാൻ നോക്കാം, വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രിക്കോഷൻസ് എടുക്കാം, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് അതിന്റെ അവയർനെസ്സിനെ കുറിച്ച് കിട്ടി. പിന്നെ മഴക്കാലമൊക്കെ വരുമ്പോഴേക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറെ അവയർനെസ് കിട്ടും. എന്തൊക്കെ നമ്മൾ വീട്ടിലും പരിസരങ്ങളിലും എന്തൊക്കെ ശ്രദ്ധിക്കണം, വെള്ളം കെട്ടിക്കിടക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമല്ലോ. ആളുകൾക്ക് അസുഖങ്ങൾ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ ചൂട് കാലം തുടങ്ങുമ്പോൾ സൺബേൺ ഒക്കെ വരാൻ ചാൻസ് വരുമ്പോൾ നമ്മൾക്ക് അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് അതും കിട്ടും അല്ലെ. പിന്നെ മെന്റൽ ഹെൽത്ത്, ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീടിനകത്തെ ആ ഒരു വൃത്തി, നമ്മുടെ സൊസൈറ്റി കമ്മ്യൂണിറ്റി ഹൈജീൻ, സെക്സ് ഹൈജീൻ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വളരെയധികം നീതി പുലർത്തുക എന്നുള്ളതാണ് സെക്സ് ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് ആ കാര്യങ്ങളിൽ അവയർനെസ് കൊടുക്കുക. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് നമ്മൾ വീട്ടിലും ഉണ്ടാകും അല്ലെ. പൊള്ളലിന് ഒരു മരുന്നുണ്ടാവും, അതുപോലെ മുറിവ് വന്നാൽ പിന്നെ ക്ലീനിങ്ങിനായിട്ട് എന്തെങ്കിലും ആന്റിസെപ്റ്റിക് ലോഷൻ ഉണ്ടാവും, കോട്ടൺ ഉണ്ടാവും, തെർമോമീറ്റർ ഉണ്ടാവും. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് കുട്ടിക്ക് ഒരു പനിയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ഈ പനി ടെമ്പറേച്ചർ ഇല്ലാതെ കൂടുന്നത്. നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും, കുട്ടിയായാലും പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് മെഡിസിൻസ് ഒക്കെ നമ്മൾ കരുതും അല്ലെ. സ്കൂളിലും അതുപോലെ ഫസ്റ്റ് എയ്ഡ് ആണ്. കുട്ടികൾ കളിക്കും, ഓടും, ഇഞ്ചുറീസ് സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്ന് കുട്ടിക്ക് കൊടുക്കാവുന്ന ഒരു മെഡിക്കൽ കെയർ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളും ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി നമുക്ക് കിട്ടിയ ആ ഒരു നോളജ്, നമ്മൾ ഇപ്പൊ എനിക്ക് കിട്ടി കുറെ അറിവ് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച്, ഞാനത് മിണ്ടാതെ ഇരിക്കുവാണെങ്കിൽ അതുകൊണ്ട് യാതൊരു യൂസും ഇല്ല അല്ലെ. നമ്മുടെ സ്കൂൾ ലൈഫ്, പേഴ്സണൽ ലൈഫ്, കമ്മ്യൂണിറ്റി ലൈഫ്, ഈ എല്ലാ ഏരിയയിലും ഇത് അപ്ലൈ ചെയ്യണം. തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിക്ക് പെട്ടെന്ന് വീട് മുറിഞ്ഞു, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, ഞാനത് ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് ആ ഹെൽത്ത് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ. അത് ആ 2 പാരഗ്രാഫ് ആരെങ്കിലും വായിക്കാമോ? മാം ഞാൻ വായിക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാം. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through schools, and parents also get education. Okay, next ഞാൻ വായിക്കാം മാം. Health cannot be achieved simply by taking 1 or 2 pills every day, not by observing, applying this knowledge in everyday life. The care of the body regarding food, cleanness, exercise, protection against disease are essential of the avoidance of sound. എന്താ ഹാബിറ്റ്സും ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ്? ബിഹേവിയർ എന്നുള്ളത് നമുക്ക് നമ്മൾ ഒരു കുട്ടി ജനിച്ചു തുടങ്ങിയ മുതലേ ഇങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന സ്വഭാവ ഇതാണ്. ഹാബിറ്റ്സ് പറഞ്ഞാൽ നമുക്കത് ചില സമയങ്ങളിൽ മാറ്റം വരും, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റം വരും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതില്ല ശീലങ്ങളും പെരുമാറ്റവും അല്ലെ. അതെ മാം. ശീലങ്ങൾ നമുക്ക് മാറ്റാൻ ഭയങ്കര പാടാ അല്ലെ. ചെറുപ്പം തുടങ്ങി നമ്മൾ ശീലിച്ച കാര്യം അതങ്ങ് മാറാൻ ഇച്ചിരി പാടായിരിക്കും. അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ. എന്താ പറയാ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ?
അപ്പൊ ശീലം, ആ ഹാബിറ്റ്സ്, അത് ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിലോ അത് നമ്മളുടെ ലൈഫിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ ചിലർ നെയിൽ ബൈറ്റിങ് ഭയങ്കര ഒരു പ്രശ്നമാണല്ലേ. ചെറുപ്പം തുടങ്ങിയുള്ള ആ ഒരു ശീലം വലുതായി കഴിഞ്ഞാലും മാറില്ല. എനിക്ക് പരിചയമുള്ള ഒരു ആള് മരിച്ചുപോയി. ഒരു 85 ഇയേഴ്സ് ഒക്കെ ആയപ്പോഴാണ് മരിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന് എന്റെ ഒരു ഹാബിറ്റ് ആയിരുന്നു. അതായത് വേറെ ഒരു ബാഡ് ഹാബിറ്റ്സും അദ്ദേഹത്തിനില്ല, ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഈ നെയിൽ ബൈറ്റ്. അത് അദ്ദേഹം മരിക്കുന്നവരെ മഹാശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ചില ശീലങ്ങൾ നമുക്ക് മാറിയില്ല. അത് ഗുഡ് ഹാബിറ്റ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇനി ബിഹേവിയർ. ഞാനിപ്പോ ക്ലാസ്സിൽ വന്ന് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നു, അല്ലെ? ക്ലാസ്സിൽ വന്ന് എന്റെ ഒരു ബിഹേവിയർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ എന്റെ വീട്ടിൽ അങ്ങനെ ആവണമെന്നില്ല, എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്താവുമ്പോ അങ്ങനെ ആവണമെന്നില്ല. എന്റെ കുറച്ച് ഗോഡ് ഫാദർ അങ്ങനെ കുറെ എന്നെ പഠിപ്പിച്ച കുറെ ടീച്ചേഴ്സോ അങ്ങനെ അവരുടെ മുന്നിലെത്തുമ്പോൾ വേറെ രീതിയായിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റുന്നതാണ് നമ്മളുടെ ശരിയായ ബിഹേവിയർ എന്ന് പറയുന്നത് കേട്ടോ. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കറിയാം എങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ പെരുമാറണം എന്നുള്ളത്. ഒരു മാരേജ് ഫംഗ്ഷന് പോകുമ്പോൾ എങ്ങനെ അതിന് പോകണം നമുക്കറിയാം. വി നോ ദാറ്റ്. ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ അതെങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ മാറും. പിന്നെ അത് മൂഡ് സ്വിങ്സിനനുസരിച്ചും നമ്മുടെ ബിഹേവിയർ മാറാറുണ്ട്. ഓക്കെ. ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ചില ഇതുപോലുള്ള ശീലങ്ങളും പെരുമാറ്റവും അതിങ്ങനെ അഡൾട്ട്ഹുഡ് വരെയും ചിലപ്പോൾ പോകും. പിന്നെ ബിഹേവിയറിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വലിയ പാടുണ്ടാവില്ല, പക്ഷെ ഹാബിറ്റ്സ് ഇച്ചിരി ടഫായിട്ട് വരും. പലപ്പോഴും എഡ്യൂക്കേഷൻ ആണ് കുട്ടികൾക്ക് ഇതുപോലെ ഹെൽത്തി ഹാബിറ്റ്സും അവരിൽ നല്ല ആപ്റ്റിറ്റ്യൂഡ്സും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് വീട്ടില് കുട്ടിയെ എടുത്തിട്ട് ഹെൽത്തി ഹാബിറ്റ്സ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫായിരിക്കും. പക്ഷെ സ്കൂളിൽ അവർ പല രീതിയിലുള്ള പ്രോഗ്രാംസിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അപ്പൊ അത് അവരുടെ ഏജിനനുസരിച്ച് ചിലപ്പോ വിഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ചെറിയ റോൾ പ്ലേ പോലെ ആയിരിക്കാം കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ കൊണ്ടിപ്പം എന്താ പറയാ ഫുഡ് ഫെസ്റ്റ് ഒക്കെ ഇപ്പൊ നടത്തുന്നുണ്ടല്ലോ. ഭക്ഷണത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന രീതിയിലും അങ്ങനെ ഫുഡ് ഫെസ്റ്റ്, പിന്നെ ഫ്രൂട്ട്സിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പലതും പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് സ്കൂളിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് കുട്ടികൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. സ്കൂളിന്റെ ഹെൽപ്പോട് കൂടിയാണ് പലപ്പോഴും ഇതുപോലുള്ള ഹാബിറ്റ്സ് കുട്ടികളിൽ കൂടുതൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അവയർനെസ്, കുഞ്ഞു കുട്ടികളുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. അവര് അന്ന് വൈകിട്ട് വരുന്നതേ അന്ന് ദിവസം മുഴുവൻ സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും ഇതുപോലെ അവർക്കൊരു അവയർനെസ് പ്രോഗ്രാം കിട്ടി, അത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ കിട്ടിക്കഴിയുമ്പോൾ അവർക്കറിയാം ഞാൻ രാത്രിയും എനിക്ക് പല്ല് തേക്കണം എന്നവര് പറഞ്ഞുകൊണ്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ആ വീട്ടിലും അതിന്റെ അവയർനെസ് കിട്ടുകയാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി മുഴുവനും ഒരു സ്കൂളിലെ ആ ഒരു പ്രോഗ്രാമിൽ നിന്നും അവെയർ ആവുകയാണ് ചെയ്യുന്നത്. കുട്ടി വീട്ടിലുള്ളവരോടും പറയുമായിരിക്കും രാത്രി പല്ല് തേച്ചിട്ട് കിടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ആ ഒരു രീതിയിൽ അവർ പറയുമല്ലേ. കുഞ്ഞുങ്ങൾ പറയുമ്പോഴേക്കും ആ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഫാമിലി മെമ്പേഴ്സിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി തന്നെ മാറ്റം വരുന്നത്. അപ്പോ അത് സ്കൂളിൽ നിന്നുള്ള അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ്. ഒരു പാരന്റ്സുമായിട്ടും ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ ഹെൽത്ത് നോളജ്, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഹെൽത്ത് നോളജ് കുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആവുന്നതിനൊപ്പം തന്നെ പാരന്റ്സും ഫാമിലി മെമ്പേഴ്സും എഡ്യൂക്കേറ്റഡ് ആവുകയാണ്. ഒരു കമ്മ്യൂണിറ്റി മുഴുവനും ആ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടും. ഈ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പൊ പല സപ്ലിമെന്റ്സും ഇറങ്ങുന്നുണ്ടല്ലേ. ഇത് കഴിച്ചാൽ എങ്ങനെ വരും, ഇത് കഴിച്ചാൽ ഷുഗർ കൺട്രോൾ ആവും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിന്റെയൊക്കെ സയന്റിഫിക് എനിക്ക് അറിയില്ല കേട്ടോ, അത്രത്തോളം ശരിയാണ് അത് പ്രോപ്പർ ആണോ എന്നുള്ളത് അറിയില്ല. എന്നിട്ട് നമ്മൾ 1-2 ടാബ്ലറ്റ്സ് ദിവസം കഴിച്ചത് കൊണ്ട് നമുക്ക് ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ നോളജ് ഒക്കെ കിട്ടുന്ന അവയർനെസ് അതിനെപ്പറ്റി അറിഞ്ഞത് കൊണ്ടും നമുക്ക് ഹെൽത്ത് അച്ചീവ് ചെയ്യണമെന്നില്ല. നമ്മളുടെ ബോഡി അതിനനുസരിച്ച് ടേക്ക് കെയർ ചെയ്യണം. അതായത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും വൃത്തി ക്ലെൻലിനെസിന്റെ കാര്യത്തിലും എക്സസൈസും അസുഖങ്ങൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധ കൊടുത്താൽ മാത്രമാണ് നമുക്കൊരു നല്ലൊരു ഹെൽത്ത്, ഗുഡ് ഹെൽത്ത്, ആ ഒരു സൗണ്ട് ഹെൽത്ത് എന്നുള്ളത്, ഗുഡ് ഹെൽത്ത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അതിന്റെ കുറച്ച് പോയിന്റ്സ് താഴെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെമിനാർ എടുക്കാൻ പ്രിപ്പയർ ആയിട്ടുള്ള
മടിക്കാതെ പറഞ്ഞോളൂ. അയ്യോ ക്ലാസ് ടൈം ആണല്ലോ, ക്ലാസ് ടൈമിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ക്ലാസ് കേട്ടോ. അപ്പൊ അത് ഓർക്കുക. റെക്കോർഡ് ക്ലാസ് കാണുന്നവര് നിങ്ങളൊരു ഹെലൻ കെല്ലറിന്റെ ടോപ്പിക് നല്ലപോലെ മനസ്സിലാക്കി ഒരു സെമിനാർ റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് നീറ്റായിട്ട് കയ്യിൽ സൂക്ഷിക്കുക. എല്ലാവരും റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. പ്രസന്റ് ചെയ്യുന്നവര് പ്രസന്റ് ചെയ്യാൻ പറ്റാത്തവർ റിപ്പോർട്ടായിട്ട് സൂക്ഷിക്കുക. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? എക്സ്ക്യൂസ് മീ, യൂണിറ്റ് 1 മോക്ക് ടെസ്റ്റ് സൈൻ ഔട്ട് ഉണ്ടോ? ഓക്കെ, ഐ വിൽ ഡു മാം. ഞാൻ പറയാം. Thank you for the beautiful class, ma'am. Thank you for your dedication, patience, and the love towards us. Today we have learned about health, hygiene, and behavior and habits. So thank you for making learning enjoyable. Thank you, Miss. Thank you, all my dear friends. Thank you, ma'am. Thank you. God bless you. Thank you, ma'am. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.